ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ചക്ക കഴിച്ചാൽ നമ്മൾ സാധാരണയായി എറിഞ്ഞു കളയുന്ന ഒന്നാണ് ചക്കക്കുരു. എന്നാൽ ഈ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് കളയില്ല. ഇന്നത്തെ വീഡിയോയിൽ ചക്കക്കുരുവിൻ്റെയും അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നും നമുക്ക് നോക്കാം. പ്രധാന ഗുണങ്ങൾ, കീ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിയാലോ. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക്, അയൺ എന്നിവ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു. ഇതിലെ നാരുകൾ ദഹനം സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. വിറ്റാമിൻ എ ധാരാളമായി ഉള്ളതിനാൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും മികച്ചതാണ്. അനീമിയ, വിളർച്ച തടയുന്നു. അയൺ ധാരാളമായി ഉള്ളതിനാൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ ചക്കക്കുരു സഹായിക്കുന്നു. ക്യാൻസറിൻ്റെ പ്രതിരോധത്തിൽ ചക്കക്കുരുവിന് വലിയ പങ്കുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഇതിലെ സംയുക്തങ്ങൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും അതുവഴി ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾ ശ്വേതരക്താണുക്കളുടെ WBC അളവ് നിലനിർത്താൻ പച്ചച്ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും ഉപയോഗം ഗുണകരമാണെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ചക്കക്കുരു ഒരു മരുന്നല്ല, മറിച്ച് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായുള്ള ഭക്ഷണമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചക്കക്കുരു വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറും എന്ന വ്യാജ സന്ദേശങ്ങളിൽ വീഴരുത്. ചക്കക്കുരു പച്ചക്ക് കഴിക്കരുത്. ഇത് വേവിച്ചോ വറുത്തോ ഉപയോഗിക്കാം. ചക്കക്കുരു പൊടിച്ച് ഷെയ്ക്കടിച്ച് കുടിക്കുന്നത് ശരീരത്തിന് വളരെ ഉത്തമമാണ്. ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷകങ്ങളും ഗുണങ്ങളും നോക്കാം. അയൺ, ഇറോൺ വിളർച്ച തടയാനും രക്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രോട്ടീൻ പേശികളുടെ വളർച്ചയ്ക്കും ശരീര ബലത്തിനും ഉത്തമം. നാരുകൾ, ഫൈബർ ദഹനം സുഗമമാക്കാനും മലബന്ധം കുറക്കാനും സഹായിക്കുന്നു. വിറ്റാമിൻ എ കാഴ്ചശക്തിക്കും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ ധാതുക്കളും വിറ്റാമിനുകളും നിറഞ്ഞ ഒരു സമ്പൂർണ്ണ ആഹാരമാണിത്. വേവിച്ചോ വറുത്തോ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ചക്കക്കുരുവിനെ കുറിച്ച് അധികമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. മാനസികാരോഗ്യം, ഇതിലെ മെഗ്നീഷ്യം സമ്മർദ്ദം കുറക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. കൊളസ്ട്രോൾ, ചക്കക്കുരുവിൽ കൊളസ്ട്രോൾ ഇല്ലെന്നു മാത്രമല്ല, ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറക്കാൻ ഇതിലെ നാരുകൾ സഹായിക്കും. മുടി വളർച്ച, ഇതിലെ പ്രോട്ടീനും വിറ്റാമിനുകളും മുടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഉപയോഗിക്കുക. കാരണം ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് അറിവ് പകരുന്നതിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഗുരുതരമായ അസുഖങ്ങൾ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താനും കൂടി ശ്രദ്ധിക്കുമല്ലോ. ചക്കക്കുരു പച്ചക്ക് കഴിക്കരുത്. ഇതിലെ ചില എൻസൈമുകൾ ഉള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം. എപ്പോഴും വേവിച്ചോ വറുത്തോ കഴിക്കുക. ഏത് ഭക്ഷണത്തെയും പോലെ അമിതമായി കഴിക്കുന്നത് ഗ്യാസ് അല്ലെങ്കിൽ വയറുവേദനയ്ക്ക് കാരണമായേക്കാം. ക്യാൻസറും ചക്കക്കുരുവും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിൽ ചക്കക്കുരുവിന് പങ്കുണ്ടെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻറ്റി ക്യാൻസർ സംയുക്തങ്ങൾ ചക്കക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ജാക്കലിൻ എന്ന പ്രോട്ടീനും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. പ്രധാനമായും വൻകുടലിലെ ക്യാൻസർ തടയാൻ ഇതിലെ നാരുകൾ സഹായിക്കും. കീമോതെറാപ്പി സമയത്ത് കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾക്ക് ഭക്ഷണമായി പച്ചച്ചക്കയോ ചക്കക്കുരുവോ നൽകുന്നത് ചികിത്സയുടെ പാർശ്വഫലങ്ങൾ കുറക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത് ഒരു മരുന്നിന് പകരമല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു ഭക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഒന്നും കൂടി എടുത്തു പറയുകയാണ്, സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾ. ചക്കക്കുരു ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറും എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. ഇത് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യാജ സന്ദേശമാണ്. അപ്പോൾ ഇത്രയേറെ ഗുണമുള്ള ചക്കക്കുരു ഇനി മുതൽ ഭക്ഷണത്തിൽ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ എൻ്റെ ചാനലിൽ കുറഞ്ഞു കിടപ്പുണ്ട്.
അപ്പോൾ എൻ്റെ ചാനലിനൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇത് വിവരങ്ങൾ നൽകാൻ മാത്രമുള്ളതാണ്. മെഡിക്കൽ സംബന്ധമായ ഉപദേശത്തിനോ രോഗനിർണയത്തിനോ വിദഗ്ധരെ സമീപിക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.